US-ലെ വളരെ പ്രധാനപ്പെട്ട ഇൻഷുറൻസ് കമ്പനിയാണ് യുണൈറ്റഡ് ഹെൽത്ത്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഷുറൻസ് കമ്പനിയാണ്. ഈ യുണൈറ്റഡ് ഹെൽത്തിന്റെ CEO വെടിയേറ്റു മരിച്ചു. മാൻഹാട്ടനിലെ ഹോട്ടലിന് പുറത്തുവെച്ചാണ് CEO ബ്രയാൻ തോംസന് വെടിയേറ്റത്. കമ്പനിയുടെ നിക്ഷേപ സംഗമം നടക്കുന്നതിന് തൊട്ടു മുൻപാണ് കൊലപാതകം. ശ്യാമ സദാനന്ദൻ ചേരുന്നു. ഇൻഷുറൻസ് കമ്പനിയുടെ CEO വെടിയേറ്റു മരിക്കുക എന്നുള്ളത് ഒരു വാർത്താ കൗതുകം എന്നതിലും അപ്പുറം ഒരു വലിയ വാർത്തയാണ്. പ്രത്യേകിച്ച് അമേരിക്കയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഇൻഷുറൻസ് കമ്പനികളിൽ ഒന്നാണ് ഈ യുണൈറ്റഡ് ഹെൽത്ത്. എന്താണ് സംഭവിച്ചത് ശ്യാമ സദാനന്ദൻ? എന്താണ് പോലീസിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരം? അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ US-ലെ ഏറ്റവും വലിയ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനിയാണ് ഈ യുണൈറ്റഡ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഇതിൻ്റെ CEO ആണ് ഇപ്പോൾ വെടിയേറ്റ് മരിച്ചിരിക്കുന്നത്. മാൻഹാട്ടനിലെ അതിപ്രശസ്തമായിട്ടുള്ള ഹിൽട്ടൺ ഹോട്ടൽ ഒരു വാർഷിക നിക്ഷേപ സംഗമത്തിന് എത്തിയതായിരുന്നു തോംസൺ. ഇവിടെ വെച്ചാണ് ഇയാൾക്ക് വെടിയേൽക്കുന്നത്. ഈ തോംസണെ മാത്രം ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു അക്രമമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഈ അക്രമിയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ തോംസൺ ഹോട്ടലിൽ എത്തിയതിനു ശേഷം അയാൾ പുറത്തു വരുന്നത് അക്രമി കാത്തു നിന്നിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഹോട്ടലിൽ അടുത്തുള്ള ഒരു സ്റ്റാർബക്സ് കോഫി ഷോപ്പിൽ അക്രമി ഇരിക്കുന്നതിൻ്റെ ഒരു CCTV ദൃശ്യം വന്നിട്ടുണ്ട്. ഈ തോംസൺ ഹോട്ടലിന് പുറത്തേക്ക് എത്തിയപ്പോൾ ഇയാൾ പുറകിൽ നിന്ന് നടന്നു വന്ന് വെടിയേൽക്കുകയായിരുന്നു. പുറകിൽ നിന്നാണ് ഇയാളെ വെടിവെച്ചത്. നിരവധി തവണ വെടിയേറ്റ ശേഷം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു അക്രമി. അടുത്തുള്ള സെൻട്രൽ പാർക്കിൽ CCTV-യിൽ ഇയാൾ ബൈക്കിൽ രക്ഷപ്പെടുന്ന ഒരു ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു വ്യാപകമായുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. ബ്രയാൻ തോംസനെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് അക്രമി എത്തിയത് എന്നുള്ള നിരീക്ഷണത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത്. അത് ഉദ്ദേശിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ തന്നെയാണ് നടക്കുന്നത്. ഇവിടെ ഈ ഹോട്ടലിൽ ഈ യുണൈറ്റഡ് ഹെൽത്തിന്റെ വാർഷിക നിക്ഷേപ സംഗമം നടക്കാനിരിക്കുകയായിരുന്നു. ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രയാൻ തോംസൺ അവിടെ എത്തിയത്. മിനസോട്ടയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹം ഇതിനുവേണ്ടി ന്യൂയോർക്കിൽ എത്തിയതാണ്. ഈ പരിപാടി നടക്കുന്നതിന് അല്പം സമയം മുമ്പാണ് ഇയാൾക്ക് വെടിയേൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ഹിൽട്ടൺ ഹോട്ടൽ എന്ന് പറയുന്നതും ന്യൂയോർക്കിലെ ഒരു പ്രശസ്തമായ ഒരു ഹോട്ടലാണ്. 2016 ട്രംപ് അദ്ദേഹം പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം അവിടെ വിജയ പ്രസംഗമൊക്കെ നടത്തിയത് ഈ ഹോട്ടലിൽ വെച്ചിട്ടാണ്. നിരവധി പ്രസിഡന്റുമാരും മറ്റു സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകളുമൊക്കെ വന്ന് താമസിക്കുന്ന ഒരു ഹോട്ടലാണ് ഈ ഹിൽട്ടൺ ഹോട്ടൽ എന്ന് പറയുന്നത്. ഈ ഹോട്ടലിന് മുന്നിൽ വെച്ചിട്ടാണ് ഈ ബ്രയാൻ തോംസന് വെടിയേറ്റത്. അദ്ദേഹം ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരിച്ചു എന്നാണ് പോലീസ് അറിയുന്നത്. ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ശ്യാമ സദാനന്ദനാണ് വിവരം നൽകിയത്. US-ലെ ഇൻഷുറൻസ് കമ്പനി യുണൈറ്റഡ് ഹെൽത്തിന്റെ CEO വെടിയേറ്റ് മരിച്ചിരിക്കുന്നു. മാൻഹാട്ടനിലെ ഹോട്ടലിന് പുറത്തുവെച്ചാണ് CEO ബ്രയാൻ തോംസന് വെടിയേറ്റത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കമ്പനിയുടെ നിക്ഷേപ സംഗമം നടക്കുന്നതിന് തൊട്ടു മുൻപാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്.